ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ മറ്റന്നാളാണ്. എക്സിറ്റ് പോൾ ഫലങ്ങളിൽ പ്രതീക്ഷയർപ്പിക്കുകയാണ് NDA സഖ്യം. എക്സിറ്റ് പോൾ ഫലങ്ങൾ തകിടമറിയുമെന്ന് മഹാസഖ്യം നേതാക്കൾ പറയുന്നു. സ്ത്രീകളുടെയും യുവാക്കളുടെയും വോട്ട് വൻതോതിൽ നിതീഷ് കുമാറിന് അനുകൂലമായി രേഖപ്പെടുത്തിയെന്ന് JDU ദേശീയ വക്താവ് രാജീവ് രഞ്ജൻ പ്രസാദ് 24-നോട് പ്രതികരിച്ചു. देखिए, ये ट्रेंड्स बता रहे हैं. जो एग्जिट पोल आधे दर्जन से ज़्यादा देश की प्रतिष्ठित एजेंसीज ने कराए हैं, उनके रुझानों से बिल्कुल साफ है. एक अभूतपूर्व जनादेश NDA को मिलने जा रहा है. बिहार की महिलाओं को लेकर जो नीतीश कुमार जी ने काम किए, नौजवानों को रोज़गार देने का जो उन्होंने वायदा किया और 50 लाख रोज़गार 5 वर्षों में दिए भी गए, और महिलाओं के सशक्तिकरण के लिए नीतीश कुमार जी ने पहली बार कोई काम नहीं किया है, लेकिन जनता ने एतबार उस पर किया जो काम करता आया है और आगे भी उस पर भरोसा है कि वो करेगा. फर्क यही हुआ कि हवाई बातें करने वाले लोगों को जनता ने नकार दिया है. ഞങ്ങളുടെ പ്രതിനിധി ശ്രീനാഥ് ചന്ദ്രനുണ്ട് പട്നയിൽ നിന്ന്. ശ്രീനാഥ്, ഇത് മുന്നണികളൊക്കെ തന്നെ നിമിഷങ്ങളെണ്ണി കാത്തിരിക്കുന്ന സമയമാണ്. മറ്റന്നാൾ വോട്ടെണ്ണൽ വരാൻ പോകുന്നു. അതിനിടെ എക്സിറ്റ് പോൾ ഫലങ്ങളൊക്കെ തന്നെ NDAക്ക് പ്രതീക്ഷ നൽകുന്നതാണ്. BJP JDU സഖ്യത്തിന് വലിയ ഭൂരിപക്ഷം മാർജിനൊക്കെ പ്രവചിക്കുന്ന എക്സിറ്റ് പോൾ ഫലങ്ങൾ വന്നു കഴിഞ്ഞു. ആ ആത്മവിശ്വാസത്തിലാണോ NDA ക്യാമ്പ്? എന്താണ് മഹാഗഡ്ബന്ധൻ ക്യാമ്പിൽ നിന്ന് ഉയരുന്ന പ്രതീക്ഷകളുടെ അല്ലെങ്കിൽ അവരുടെ പ്രതികരണങ്ങൾ ഏത് സ്വഭാവത്തിലുള്ളതാണ്? വോട്ടെണ്ണലിനുള്ള കാത്തിരിപ്പിന് ഈ വേളയിൽ എന്തൊക്കെ വിവരങ്ങളുണ്ട് പട്നയിൽ നിന്ന്? GK, ഏതായാലും NDA ക്യാമ്പിൽ വലിയ ആത്മവിശ്വാസമുണ്ട്. കാരണം ഇന്നലെ പുറത്തു വന്ന എക്സിറ്റ് പോളുകളിൽ 7 എണ്ണമെങ്കിലും NDAക്ക് വലിയ ഭൂരിപക്ഷം പ്രവചിക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരു വിജയത്തിലേക്ക് എന്ന കണക്കിനാണ് അവരുടെ ചർച്ചകളും മറ്റുമൊക്കെ ഇപ്പോൾ പോകുന്നത്. മന്ത്രിസഭാ രൂപീകരണം നടത്തുമ്പോൾ നിതീഷ് കുമാറിനെ ഏതായാലും മുഖ്യമന്ത്രിയെ തീരുമാനിച്ച് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. മന്ത്രിസഭയുടെ ഘടനയടക്കമുള്ള കാര്യങ്ങളൊക്കെ പ്രാഥമികമായ ചർച്ചകളിലേക്ക് കടക്കാം എന്ന മട്ടിലാണ് ഇപ്പോൾ NDA ക്യാമ്പിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. അവിടെ തന്നെ ഏറ്റവും കൂടുതൽ ഈ ഘട്ടത്തിൽ ആവേശത്തിലുള്ളത് JDU ക്യാമ്പ് തന്നെയാണ്. കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകൾ 2015-ലും 20-ലും ഒക്കെ JDUവിൻ്റെ ഗ്രാഫ് സീറ്റ് നില പരിശോധിക്കുമ്പോൾ താഴേക്കായിരുന്നു. മുഖ്യമന്ത്രി സ്ഥാനം അവർക്ക് കിട്ടുന്നുണ്ടെങ്കിൽ പോലും. പക്ഷേ ഇത്തവണ ആ ഗ്രാഫ് മുകളിലേക്ക് പോകും എന്നതാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ നൽകുന്ന ചില സൂചനകൾ. 30 സീറ്റ് വരെ അധികമായി കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ JDUവിന് കിട്ടും എന്നത് അവരെ വലിയ ആവേശത്തിലാക്കുന്നുണ്ട്. അതെങ്ങനെ കിട്ടുന്നു എന്ന ചോദ്യത്തിനുള്ള ആ ഒരു പ്രവചനത്തിൻ്റെ ആധികാരികത ഒക്കെ ചോദിച്ചുകൊണ്ടുള്ള ചോദ്യത്തിനാണ് നേരത്തെ JDU ദേശീയ വക്താവ് നമ്മളോട് സംസാരിച്ചത്. സ്ത്രീകളുടെയും യുവാക്കളുടെയും വോട്ട് കാര്യമായി കേന്ദ്രീകരിക്കപ്പെട്ടു നിതീഷ് കുമാറിന് വേണ്ടി എന്നതാണ് ആ ക്യാമ്പ് അവകാശപ്പെടുന്നത്, അവർ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ടാണ് ഈ തരത്തിലൊരു ഒരു ഫലം വരാനുള്ള സാധ്യത അവർ മുന്നിൽ കാണുന്നത്. മറുവശത്ത് മഹാസഖ്യത്തിൽ ഇപ്പോൾ വലിയ ഒരു ആശങ്ക പ്രകടമാണ്. ഇന്നലെ അശോക് ഗെഹ്ലോട്ട് അടക്കമുള്ളവരുടെ പ്രതികരണത്തിൽ നമ്മൾ അത് കണ്ടതാണ്. സ്ത്രീകൾക്ക് സാമ്പത്തിക സഹായം നൽകുന്ന അടക്കമുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചതിലൂടെ തെരഞ്ഞെടുപ്പ് കാലത്ത് അത് തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാൻ വേണ്ടി ചെയ്ത കുറുക്കുവഴി എന്ന രീതിയിലാണ് അശോക് ഗെഹ്ലോട്ട് അടക്കമുള്ളവർ ഇന്നലെ പ്രതികരിച്ചത്. എന്നാൽ പോലും ഇപ്പോൾ തേജസ്വി യാദവിൻ്റെ ഒക്കെ പ്രതികരണം വരുന്നുണ്ട്. ഈ എക്സിറ്റ് പോളുകളൊന്നും നോക്കണ്ട, മുൻപും ബീഹാറിൽ എക്സിറ്റ് പോൾ ഫലങ്ങൾ വലിയ തോതിൽ തെറ്റിയ ചരിത്രമുണ്ട്. അതുകൊണ്ട് ഈ എക്സിറ്റ് പോൾ ഫലമായിരിക്കില്ല എക്സാക്ട് പോൾ എന്നതാണ് തേജസ്വി യാദവ് അടക്കമുള്ളവർ പറയുന്നത്. പലപ്പോഴും സംസ്ഥാനത്ത് 5% മുകളിൽ വോട്ട് ഉയരുന്ന സമയത്ത്, പോളിംഗ് ഉയരുന്ന സമയത്ത് അതൊരു ഭരണവിരുദ്ധ വികാരമായി മാറിയ ചരിത്രവും അവർക്കുണ്ട്. അതുകൊണ്ട് ഇത്തവണ റെക്കോർഡ് പോളിംഗ് നടന്ന സാഹചര്യത്തിൽ അതൊരു ഭരണവിരുദ്ധ വികാരമായി കാണേണ്ടി വരും എന്നതാണ് തേജസ്വി അടക്കമുള്ളവരുടെ പ്രതീക്ഷ. ഏതായാലും ഇനിയിപ്പോൾ മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. വെള്ളിയാഴ്ച വോട്ടെണ്ണാൻ പോകുന്നു. നമുക്കറിയാൻ പറ്റും ആരാകും അടുത്ത മുഖ്യമന്ത്രി എന്ന കാര്യം. തേജസ്വിയോ നിതീഷോ എന്ന കാര്യത്തിന് വൈകാതെ ഉത്തരവും കിട്ടും. ശരിക്കും കണക്കൂട്ടലുകളിലാണ് ഇരു മുന്നണികളും. അതേസമയം തന്നെ എക്സിറ്റ് പോൾ ഫലങ്ങളൊക്കെ തന്നെ വിജയം പ്രവചിച്ചിരിക്കുന്ന പശ്ചാത്തലത്തിൽ മന്ത്രിസഭ രൂപീകരണം സംബന്ധിച്ച ചർച്ചകൾ വരെ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു NDA ക്യാമ്പ്. മഹാഗഡ്ബന്ധൻ ഇതിനു മുൻപും എക്സിറ്റ് പോൾ ഫലങ്ങൾ തെറ്റിയ ചരിത്രത്തിൽ പ്രതീക്ഷ അർപ്പിക്കുകയാണ്. ഏതാനും മണിക്കൂറുകളുടെ മാത്രം കാത്തിരിപ്പാണ്. അതിന് തൊട്ടു പിന്നാലെ വരും ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം വോട്ടെണ്ണുന്ന നിമിഷങ്ങളിലെ ഉദ്വേഗജനകമായ നിമിഷങ്ങൾ പൂർണ്ണമായും പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ ടീം 24 തയ്യാറായി കഴിഞ്ഞു. എല്ലാ വോട്ടെണ്ണൽ ദിനത്തെയും പോലെ തന്നെ വളരെ ആഘോഷപൂർണ്ണമായ ഒരു വോട്ടെണ്ണൽ മണിക്കൂറുകൾ നിങ്ങൾക്ക് സമ്മാനിക്കാൻ വേണ്ടിയുള്ള ഒരുക്കങ്ങൾ 24 നടത്തി കഴിഞ്ഞിട്ടുണ്ട്. വെള്ളിയാഴ്ച രാവിലെ മുതൽ പ്രേക്ഷകർക്ക് അത് കാണാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.